കണവ അല്ലെങ്കിൽ കൂന്തൽ കൊണ്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം ലൈഫ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഈ ഐറ്റം എന്താണെന്ന് എല്ലാവർക്കും അറിയാവോ? ഞങ്ങളിവിടെ കണവ അല്ലെങ്കിൽ എന്താ പറയാ കൂന്തൽ എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റമാണ്. അപ്പൊ നമുക്ക് ഈ ഐറ്റം വെച്ചിട്ട് ഈ ഒരു മീനിന്റെ ഗണത്തിൽപ്പെട്ട ഒരു ഐറ്റമാണിത്. അപ്പൊ നമുക്ക് ഈ കണവ അല്ലെ കൂന്തൽ വെച്ചിട്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഇന്ന് മുഴുവൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് കണവ വെച്ചുള്ള ഒരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ കാണാം. നമ്മൾ ഏകദേശം 1 കിലോ റേഞ്ചിൽ കണവ അല്ലെങ്കിൽ കൂന്തൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വൃത്തിയാക്കാൻ വേണ്ടി നമ്മളിത് കണ്ടു, ഇതിൻ്റെ അകത്തൊരു മഷി പോലെ സാധനമുണ്ട്. അത് പൊട്ടാതെ നമ്മളിതൊന്ന് അകത്തുനിന്നൊന്ന് വലിച്ചെടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ വലിക്കുമ്പോൾ സിമ്പിളായിട്ട് ഇതിങ്ങനെ റിമൂവ് ആയിട്ട് വരും. പിന്നെ അതിൻ്റെ അകത്തുള്ള അഴുക്കെല്ലാം ഒന്ന് കളഞ്ഞാണ് വൃത്തിയാക്കുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ബ്ലേഡ് പോലൊരു സാധനമുണ്ട്. അതിങ്ങനെ കൈകൊണ്ട് നമുക്ക് വലിച്ചാൽ സിമ്പിളായിട്ട് അത് റിമൂവ് ആയിട്ട് വരും. ഇതുപോലെ വളരെ സിമ്പിളായിട്ടാണ് കണവ വൃത്തിയാക്കി എടുക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള അഴുക്കും എല്ലാം ഒന്ന് നമ്മൾ കൈകൊണ്ട് എടുത്തൊന്ന് കളയണം. ഞാൻ ഒരെണ്ണം കൂടെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതുപോലെ നമ്മൾ കയ്യിലെടുത്തിട്ട് കണ്ടോ, ഇതിൻ്റെ അകത്ത് അഴുക്കുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് വൃത്തിയാക്കി കളയണം. വേറെ മറ്റൊരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട, ഇതിൻ്റെ പുറത്തെ തൊലിയാണ് പൊളിക്കേണ്ടത്. ആ ഒരു കളറിലുള്ള തൊലിയോ എന്താ ഒരു ചെറിയൊരു സ്കിൻ പോലത്തെ ഒരു പൊസിഷനുണ്ട്. ഇത് ഞാൻ മറ്റൊരെണ്ണം കൂടെ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ സിമ്പിളായിട്ട് എടുത്ത് അകത്തെ ആ ഒരു ഇത് പൊട്ടാതെ നമ്മൾ വലിച്ചെടുക്കുന്നു. പിന്നെ അതിൻ്റെ അകത്തുള്ള ആ കാര്യങ്ങൾ റിമൂവ് ചെയ്യുന്നു. അതുപോലെ ആ ബ്ലേഡ് പോലുള്ള ഐറ്റവും റിമൂവ് ചെയ്ത് കളയുന്നു. പിന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ കൈ ഉപയോഗിച്ച് അതിൻ്റെ അകത്തുനിന്ന് അതെല്ലാം റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു കളർ ഭാഗം ഉണ്ടല്ലോ, ആ കളർ ഭാഗം കൂടെ നമ്മൾ കൈ കൊണ്ട് സിമ്പിളായിട്ട് ഇതിങ്ങനെ പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ പൊളിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് മുഴുവനും മാറിയിട്ട് നല്ലൊരു വൈറ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് കിട്ടുന്നത്. അതാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട്, പലർക്കും കണവ വൃത്തിയാക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് കണവ മേടിക്കാതെ പോകുന്നുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ തന്നെയാണ്. അപ്പം എല്ലാവരും ഇതുപോലെ സിമ്പിളായിട്ട് വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കണവ. അപ്പോൾ എല്ലാവരും ഇതുപോലെ കണവയൊക്കെ നമ്മൾ കടകളിലൊക്കെ കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒന്ന് വാങ്ങി പരീക്ഷിക്കണം. ഇതുപോലെ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. കണ്ടോ, ഇതുപോലെ വളരെ സിമ്പിളായിട്ട് കണവ വൃത്തിയാക്കാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള നമ്മൾ മേടിച്ച മുഴുവനും നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. നമ്മൾ വാങ്ങിയ മുഴുവൻ കണവയും അല്ലെങ്കിൽ കൂന്തലും ഇതുപോലെ നമ്മൾ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഉപ്പിട്ടൊന്ന് കഴുകി എടുക്കണം. അപ്പോൾ നമുക്കിത് ഉപ്പുകല്ലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തോട്ട് ഉപ്പുകല്ലിട്ട് നല്ലതായിട്ടൊന്ന് പുരട്ടി അതിൻ്റെ അകത്ത് എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് നല്ലതായിട്ടൊന്ന്, ഞാനിപ്പം മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉപ്പിട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി വെള്ളം ഒഴിച്ച് ഒരു 2-3 വട്ടം കഴുകിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉളുമ്പോ അങ്ങനെ എന്തെങ്കിലും മണമൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിർ യൂസ് ചെയ്യാം. വിനാഗിർ വേണമെങ്കിൽ ഒഴിച്ച് നല്ലതായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലതായിട്ട് ഇതിൻ്റെ അകവും എല്ലാം ഒന്ന് കഴുകി എടുത്ത ശേഷം വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്യാൻ. കഴുകുന്നതിന് മുമ്പ് ഒരിക്കലും ഇത് കട്ട് ചെയ്യാൻ പാടില്ല. കഴുകിയ ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കിത് നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് ഒരു 4-5 പ്രാവശ്യം ഒന്ന് കഴുകി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് തൊലിയിലൊക്കെ എന്തെങ്കിലും പോർഷനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കണവ ക്ലീൻ ചെയ്തെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 2-3 തവണ കഴുകി ഉപ്പിട്ട് കഴുകി അതുപോലെ തന്നെ വിനാഗിരി ഒഴിച്ച് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കണവ കൊണ്ട് നമ്മളൊരു അടിപൊളി ഐറ്റമാണ്. അപ്പം നമ്മൾ കണവ ഉപയോഗിച്ച് ഒരു അടിപൊളി കണവ റോസ്റ്റ് ആണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതുകൊണ്ട് ധാരാളം ഡിഷുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കണവ ഫ്രൈ ചെയ്യാം, അതുപോലെ തോരൻ ചെയ്യാം, അതുപോലെ തന്നെ ഇത് നമ്മൾ മാവിൽ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെയൊക്കെ കുറേ ഡിഷുകൾ നമുക്കുണ്ട്. അപ്പം ഞാനല്ല ഇന്ന് ഇത് കുക്ക് ചെയ്യാൻ പോകുന്ന വൈഫാണ്. അപ്പം നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് കണവ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് വീഡിയോ കാണാം. ഹലോ ഫ്രണ്ട്സ്, അപ്പം എന്താ നമ്മുടെ കണവ ഇവിടെ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതുപോലെ ഒന്ന് പീസാക്കി എടുക്കാം. എല്ലാ കണവയും ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കാം.
ഇതുപോലൊരു കത്രികയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പം എന്താ ഈ ഒരു വലുപ്പത്തിലാണ് ഞാനെല്ലാം കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഞാനിതൊരു 3 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. ഇത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ഏകദേശം ഒരു 20 എണ്ണം വരെ ഉണ്ട്. 20 എണ്ണം ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഒരു പച്ചമുളക്, അത് ഇങ്ങനെ 4ആയിട്ടൊന്ന് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 8 അല്ലി വെളുത്തുള്ളി, 8 മുതൽ 10 വരെ വെളുത്തുള്ളി ഉണ്ട്. അതുപോലെ ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നമുക്കപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടി കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തക്കാളി ചേർക്കുന്നില്ല, അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ഇവിടെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇതുപോലെ അരിഞ്ഞിട്ട് ചേർക്കുക. വെളുത്തുള്ളി ആണെങ്കിലും ഇഞ്ചി ആണെങ്കിലും എല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വിനാഗിരി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ടെങ്കിൽ ഈ വിനാഗിരിയുടെ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. അതുപോലെ കുടംപുളി വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് നമ്മുടെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഒരു 3-4 ടീസ്പൂണോളം എണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് വേവിക്കാനായിട്ട്. അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. ഞാനിപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഇത് കാശ്മീരി ചില്ലിയാണ്. ഇതൊരു 1/2 ടീസ്പൂൺ ഉണ്ട്. ഇനി സാദാ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ചതിന് ശേഷം വേണമെങ്കിലും എരിവ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ പൊടികളെല്ലാം ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കൈയിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലായിടത്തും നന്നായിട്ട് ഈ മസാലകൾ പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ഈ കണവയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എന്താ എല്ലാം ഇതുപോലെ നല്ലതായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കണവ ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ കണവയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കണവ നമ്മൾ കഴുകി വെക്കുന്ന സമയത്ത് തന്നെ ഇതിൽ കുറച്ച് വെള്ളം കാണും. ആ വെള്ളം മാത്രമാണ് നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് തന്നെ ഇളക്കിയതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇതൊന്ന് എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കുക്കറൊന്ന് അടച്ചിട്ട് മാറ്റി വെക്കണം. എന്നിട്ടാണ് നമ്മളിത് വേവിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മിക്സ് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതടച്ച് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഇതൊരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിനി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനിയും കുക്കറൊന്ന് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരെ ഒന്ന് വേവിച്ചിട്ട് നമുക്ക് നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് വേണം പിന്നീട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 8 വിസിൽ വരെ വേണ്ടി വന്നു ഇതൊന്ന് ഇതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓരോ മീനും ഓരോ വേവായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വേവിക്കുമ്പോൾ ആദ്യം ഒന്ന് ആ ഒരു രീതിയിലൊന്ന് കുക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ വേവിച്ചെടുക്കാം. പെട്ടെന്ന് എല്ലാം കൂടെ ഒന്നിച്ച് ഒരു 8 വിസിലൊക്കെ അടിച്ചാൽ പെട്ടെന്ന് വെന്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വെന്തിട്ടില്ല എങ്കിൽ റബ്ബർ പോലെ ഇരിക്കുകയും ചെയ്യും. ഇനി നമ്മുടെ ഈ കണവ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മുതൽ 4 ടീസ്പൂൺ വരെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ അല്പം തേങ്ങാക്കൊത്തുകൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തേങ്ങാക്കൊത്തോട് ചേർത്ത് കൊടുക്കുമ്പോൾ. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ഇനി കുക്കറിൽ വേവിച്ച് വെച്ച ഈ കണവ അല്ലെങ്കിൽ കൂന്തൽ വേവിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇത് ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ഇത് എത്രത്തോളം നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടണോ അതിനനുസരിച്ച് വേണം നമ്മളിത് വരട്ടിയെടുക്കാൻ. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് വേണം നമ്മുടെ ഈ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉലുവാപ്പൊടി ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു ഉപ്പിൻ്റെ കുറവുകൂടെ തോന്നി. അപ്പോൾ അതുകൊണ്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് എല്ലാം എരിവും ഉപ്പും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എണ്ണയ്ക്കകത്തേക്ക് ജീരകം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെയും ടേസ്റ്റിന് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കണവ റോസ്റ്റ് അല്ലെങ്കിൽ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, എന്നപ്പോൾ നമ്മൾ കണവ റോസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. എന്തായാലും എല്ലാവരെയും ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യുവാണ്. നമുക്കൊന്ന് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ആ കുരുമുളകിൻ്റെ ടേസ്റ്റും ഈ കണവയുടെ ടേസ്റ്റും ഒരു അസാധ്യ ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു രക്ഷയില്ല, സൂപ്പർ സാധനമാണ്. ഞാനിത് ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ പൊക്കി പറയുമല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തൊരു അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ കിടുക്കാച്ചി ആയിട്ടാണ്. ഇതുപോലൊരു സൂപ്പർ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.